ആത്മകഥയുടെ ഒന്നാം ഭാഗം ഈ മാസം തന്നെ തയ്യാറാക്കുമെന്ന് ഇ.പി. ജയരാജൻ. 2-3 ഭാഗങ്ങളിലായാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുക. പ്രസിദ്ധീകരണത്തിന് മുമ്പ് പാർട്ടിയുടെ അനുമതിക്കായി നൽകും. പ്രസാധകരുടെ കാര്യവും പേരും തീരുമാനിച്ചിട്ടില്ല. പുറത്തുവന്നത് തന്റെ ആത്മകഥയല്ലെന്നും ഇ.പി. ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു. ആത്മകഥയുടെ ആദ്യ ഭാഗം ഈ മാസം തന്നെ പൂർത്തിയാകുമെന്നും ഡിസംബറിന് ശേഷമുള്ളത് പിന്നീട് തയ്യാറാക്കുമെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ പറഞ്ഞു. ഒന്നാം ഭാഗം പൂർത്തിയായാലുടൻ അതിൽ പാർട്ടിയുടെ അനുമതി തേടും. ഞാനിപ്പോഴത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഈ ഡിസംബർ മാസത്തോടു കൂടി ഡിസംബർ വരെയുള്ള അധ്യായം പൂർത്തിയാകും. അത് അധ്യായം പൂർത്തിയാകും. പിന്നെ അതിന് ശേഷമുള്ള ഡിസംബറിന് ശേഷമുള്ള ജീവചരിത്രം അതിന് ശേഷം. അപ്പോൾ ഇപ്പോൾ ഡിസംബർ വരെയുള്ള ജീവചരിത്രം തയ്യാറാക്കും. അതിന് നടപടിക്രമം അനുസരിച്ച് ഒരു പുസ്തകമായി അതിൻ്റെ രൂപത്തിലാക്കിയതിനു ശേഷം പാർട്ടിയുടെ അനുവാദം വേണം. അതിനുവേണ്ടി പാർട്ടിയുടെ അനുവാദം ചോദിക്കും. അതിനുശേഷം അതിന് മറ്റു നടപടികൾ 2-3 ഭാഗങ്ങളിലായിട്ടായിരിക്കും പുസ്തകം തയ്യാറാക്കുക. പ്രസാധകരായി ഒരുപാട് പേർ വന്നിട്ടുണ്ട്. നേരത്തെ പുറത്തുവന്നത് തന്റെ ആത്മകഥയല്ല. അതിനെതിരെ നിയമ നടപടി തുടരും. അത് ഞാനായിട്ടൊരു ബന്ധവുമില്ല. എൻ്റെ പുസ്തകം ഞാൻ പ്രസിദ്ധീകരിക്കും. തെറ്റായിട്ടുള്ള നിലപാട് സ്വീകരിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. ആത്മകഥയ്ക്ക് പേര് നിശ്ചയിച്ചിട്ടില്ല. പരിപ്പുവടിയും കട്ടൻ ചായയും എന്നത് അവർ പ്രചരിപ്പിച്ചതുകൊണ്ട് അതുണ്ടാവില്ല. ഇന്നതും ഞാനിപ്പോൾ പറയുന്നില്ല. ഏതായാലും അവരത് പ്രചരിപ്പിച്ചുകൊണ്ട് അതുണ്ടാവില്ല. അത് എന്നെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഈ മാധ്യമരംഗത്തുള്ളവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. BJP നേതാക്കൾ ജാഗ്രത പുലർത്തിയിരുന്നുവെങ്കിൽ ഇ.പി. ജയരാജൻ ഇന്ന് BJPയിൽ ഉണ്ടാകുമായിരുന്നുവെന്ന അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണന്റെ പ്രതികരണത്തിന് ഇ.പിയുടെ മറുപടി ഇങ്ങനെ: അത് ഏറ്റവും വലിയ വിഡ്ഢിത്തവും. ആർക്ക് എന്താ ആഗ്രഹിച്ചുകൂടാത്? ആകാശത്തേക്ക് ഇങ്ങനെ പറന്ന് നടന്ന് ഉയരണമെന്ന് ആഗ്രഹിക്കാമല്ലോ, എന്തോ ആഗ്രഹിക്കാമല്ലോ. അങ്ങനെയുള്ള ഒരു വിഡ്ഢി ധാരണ ഇത് മാത്രമേ നടത്തൂ. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.